അതെ, നമുക്കിവിടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയുള്ളത്? ഇത് കൺസോൾട്ടേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉള്ളത്? ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? അവര് SOP-യില് റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. SOP-യില് റീഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ SOP-യിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? SOP-യിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തൊക്കെ ചേഞ്ചസ് വരുത്താനാ പറഞ്ഞത്? ടു അഡ്ജസ്റ്റ് ഫോർ ഡിസ്പോസൽ ഓഫ് നോൺ കോർ ഡിവിഷൻ ഇൻ നോട്ട് നമ്പർ 1. അപ്പൊ നോട്ട് നമ്പർ 1-ല് അവരെന്ത് പറയുന്നുണ്ട്? ഒരു ഡിസ്പോസൽ പറയുന്നുണ്ട്. എന്താ ഡിസ്പോസ് ചെയ്യുന്നത്? അവിടെ ഒരു ഡിവിഷൻ കേട്ടോ, നോൺ കോർ ഡിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ആൻഡ് ദി മാനേജ്മെന്റ് ആൻഡ് റെന്റ് ചാർജസ്. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് ചാർജ് ഉണ്ട്, റെന്റ് ചാർജും ഉണ്ട്. അപ്പൊ ഈ ചാർജുകൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, വിച്ച് വുഡ് ബി ഇമ്പോസ്ഡ് പെർ നോട്ട് നമ്പർ 2 and 3 ഇഫ് ആസ്പെക്ട് കമ്പനി വാസ് അക്വയർഡ് ബൈ ഫങ്ക്ഷൻ കമ്പനി. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ബേസിക്കലി 3 നോട്ട്സ് ഉണ്ട്. 3 നോട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ചുരുക്കി പറഞ്ഞാല് 3 നോട്ട്സ് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും നോട്ട്സും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? SOP-ൽ പ്രിപ്പയർ ചെയ്യണം. ബൈ അസ്യൂമിങ് ദാറ്റ് എന്താ അസ്യൂം ചെയ്യണ്ടേ? എന്താ അസ്യൂം ചെയ്യണ്ടേ? ഇത് അസ്യൂം ചെയ്യണ്ടേ? എന്താ അസ്യൂം ചെയ്യണ്ടേ? നമ്മൾ ആസ്പെക്ട് കമ്പനിനെ ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? ഫങ്ക്ഷൻ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്യണം. ആ ഒരു അസംഷനിൽ വേണം എന്ത് ചെയ്യാന്? ഈ 3 നോട്ട്സും അഡ്ജസ്റ്റ് ചെയ്യാന്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്? രണ്ടാമത്തെ എന്താണ്? റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം ആസ് പെർ ദി റീസ്റ്റേറ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കേട്ടോ. റീസ്റ്റേറ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റേഷ്യോസ് കാണേണ്ടത്. ഓക്കെ അല്ലേ? റീസ്റ്റേറ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഇൻ പാർട്ട് A. ഓക്കെ അല്ലേ? അത് വെച്ചിട്ടാണ് റേഷ്യോസ് കാണേണ്ടത്. പിന്നെ അതുപോലെ തന്നെ യു ഷുഡ് അസ്യൂം ദാറ്റ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ പാർട്ട് A വിൽ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ്. എന്താ പറയുന്നത്? നമ്മൾ ഈ റീസ്റ്റേറ്റ് ചെയ്യുന്ന, ഇവിടെ റീസ്റ്റേറ്റ് ചെയ്യൂലേ, റീഡ്രാഫ്റ്റ് ചെയ്യൂലേ? റീഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റിനകത്ത് എന്തെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനും വന്ന ഡിക്രീസ് ആണ്, ചേഞ്ചസ് ആണ്. അതേ സെയിം എമൗണ്ട് എന്ത് ചെയ്യും? ക്യാഷിലും ചേഞ്ച് വരും എന്ന് മനസ്സിലാക്കുക. എത്രയാണോ പ്രോഫിറ്റ് ഓർ ലോസിൽ ചേഞ്ച് വരുന്നത്, ആ സെയിം ചേഞ്ച് എവിടെയും വരും? കമ്പനിയുടെ ക്യാഷ് ബാലൻസിലും ചേഞ്ച് വരും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ഒരു 500 million കൂടി എന്ന് വിചാരിച്ചോ. അസ്യൂം ദാറ്റ് 500 million എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ക്യാഷ് ബാലൻസ്, സോറി ക്യാഷ് ബാലൻസ് അല്ല, SOP-യില് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 500 million എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട് വിചാരിച്ചോ. എപ്പോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ക്യാഷ് ബാലൻസ് 500 കൂടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അതാണ് പറയുന്നത്. അതേ സമയത്ത് പ്രോഫിറ്റ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് ബാലൻസിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ റിക്വയർമെന്റ് എന്താണ്? ബേസ്ഡ് ഓൺ ദ റേഷ്യോസ് ഫ്രം പാർട്ട് ബി. പാർട്ട് ബിയിലുള്ള റേഷ്യോസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? കമന്റ് ഓൺ ദി പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പയർഡ് വിത്ത് ദി ഇൻഡസ്ട്രി ആവറേജ് KPIs. ഓക്കെ, ഇൻഡസ്ട്രി ആവറേജ് കേട്ടോ. KPIs എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? KPI എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡസ്ട്രി ആവറേജ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻഡസ്ട്രി ആവറേജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, ആസ്പെക്ട് കമ്പനിയുടെ പെർഫോമൻസും പൊസിഷനും നമ്മൾ എന്ത് ചെയ്യണം? എന്തുമായിട്ട് കമ്പയർ ചെയ്യണ്ടേ? അപ്പൊ ആരാണ് ഇവിടെ ആസ്പെക്ട് കമ്പനി? ആസ്പെക്ട് കമ്പനി ഇവിടെ ആരാണെന്ന് മനസ്സിലാക്കണം. ആസ്പെക്ട് കമ്പനി പറഞ്ഞിട്ടുണ്ട്, ഫങ്ക്ഷൻ കമ്പനി ഉണ്ട്. ആരാണ് ആസ്പെക്റ്റും ഫങ്ക്ഷനും പറയുന്നത്? ബേസിക്കലി എങ്ങനെയാണ്? എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്?
ഫങ്ക്ജെറ്റ് കമ്പനി എന്ത് ചെയ്യാണ്? ആ ആസ്പെക്ട് കമ്പനിനെ ഫങ്ക്ജെറ്റ് കമ്പനിയുടെ സബ്സിഡറി ആണോ ആസ്പെക്ട് കമ്പനി? ആണോ? ആ ഫങ്ക്ജെറ്റ് കമ്പനി എന്ത് ചെയ്യാൻ പോവാണ്? ആസ്പെക്ട് കമ്പനിനെ അക്വയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആസ്പെക്ട് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിബിൾ അക്വസിഷൻ ആണ്. എന്നുവെച്ചാൽ നമ്മള് ആസ്പെക്ട് കമ്പനിനെ അക്വയർ ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത് എന്താണ്? ആസ്പെക്ട് കമ്പനിനെ അക്വയർ ചെയ്യണോ വേണ്ടയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? തീരുമാനിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ മെയിൻലി പറയുന്നത് ആസ്പെക്റ്റിനെ അക്വയർ ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ അതേപോലെ തന്നെ ഇപ്പോ ആസ്പെക്ട് കമ്പനിയുടെ ഓണർ ആരാണ്? ഇങ്ങനെയാണ്. ഇപ്പൊ ആസ്പെക്ട് കമ്പനിയുടെ ഓണർ ആരാണ്? ഗാമിൽട്ടൺ ഗ്രൂപ്പ് ആണ്. ആസ്പെക്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓണർ ആരാണ്? ഗാമിൽട്ടൺ ഗ്രൂപ്പ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഗാമിൽട്ടൺ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? ആസ്പെക്ട് കമ്പനി ഇപ്പൊ വരുന്നത്. ഓക്കെ. അപ്പോ മനസ്സിലാക്കുക, ആസ്പെക്ട് കമ്പനിയാണ് നമ്മുടെ അക്വസ്റ്റ്യൻ ടാർഗറ്റ് വരുന്നത് അല്ലെ? അക്വസ്റ്റ്യൻ ടാർഗറ്റ് ആരാണ്? ആസ്പെക്ട് ആണ്. ആരാണ് പൊട്ടൻഷ്യൽ അക്വയറർ? അക്വയറർ എന്ന് വെച്ചാൽ മേടിക്കാൻ പോകുന്ന ആള് അല്ലെ? മേടിക്കാൻ പോകുന്ന ആരാണ്? ഫങ്ക്ജെറ്റ്. അപ്പൊ ഇവിടുത്തെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? ഫങ്ക്ജെറ്റ് കമ്പനി എന്ത് ചെയ്യാണ്? ആസ്പെക്ട് കമ്പനിനെ മേടിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഓക്കെ അല്ലെ? ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ അല്ലെ? ഇപ്പൊ ആസ്പെക്ട് കമ്പനി ആരുടെ കയ്യിലാണ്? ഗാമിൽട്ടൺ കമ്പനിയുടെ കയ്യിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്താണ്? ഫങ്ക്ജെറ്റ് കമ്പനിയുടെ പെർസ്പെക്ടീവ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ആരാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആരാണ്? നമ്മൾ ആരുടെ ഭാഗത്ത് അനലൈസ് ചെയ്യുന്നത്? ഫങ്ക്ജെറ്റ് കമ്പനിയുടെ ഭാഗത്താണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഫങ്ക്ജെറ്റ് കമ്പനിയാണ്. അപ്പൊ നമ്മളിവിടെ കമന്റ് ചെയ്യേണ്ടത് എന്താണ്? ഫങ്ക്ജെറ്റ് കമ്പനി ആസ്പെക്റ്റിനെ അക്വയർ ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയർ എൻഡിലെ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ? SOP തന്നിട്ടുണ്ട്, SOFP തന്നിട്ടുണ്ട്. ആരുടെ SOP SOFP ആണ്? ആരുടേതാ? ആസ്പെക്ട് കമ്പനിയുടെ കേട്ടോ. ആസ്പെക്ട് കമ്പനിയുടെ ആണ്. അപ്പൊ ഇവിടെ ആസ്പെക്ട് കമ്പനിയുടെ ഇൻഫോർമേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഫങ്ക്ജെറ്റ് കമ്പനിയുടെ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. ഓക്കെ അല്ലെ? ഇതെല്ലാം ആസ്പെക്ട് കമ്പനിയുടെ ഇൻഫോർമേഷൻസ് ആണ്. ആൻഡ് ഒരു വർഷത്തെ ഫിഗർ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ? 20X4 ഫിഗേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൺ April 20X4 അല്ലെ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് പീരീഡിന്റെ ഫസ്റ്റ് ഡേ അല്ലേ? അല്ല, അക്കൗണ്ടിംഗ് പീരീഡ് ഫസ്റ്റ് ഡേ അല്ലല്ലോ. നമ്മുടെ ഇയർ ഉണ്ട് ഡിസംബർ അല്ലേ? ഡിസംബർ ആണ് ഇയർ ഉണ്ട് അല്ലെ? December 20X4 ആണ് ഇയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഏപ്രിലാണ് നടക്കുന്നത്. ഏപ്രിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആസ്പെക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മെയിൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ കോർ ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ? ആവശ്യമില്ലാത്തൊരു ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സെല് ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ഡിവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആസ്പെക്ട് കമ്പനി സെൽ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ മെയിൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലെ? അത് സെൽ ചെയ്തപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡിസ്പോസൽ ലോസ് വന്നിട്ടുണ്ട്. 1.5 മില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പോസൽ ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഈ ലോസ് എവിടെ എടുത്തിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? എവിടെ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അല്ലെ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത്? ഈ ലോസ്. ഓക്കെ അല്ലെ? അപ്പോ ഈ ഡിസ്പോസൽ ലോസ് വന്നതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടോ കുറയോ? എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അല്ലടാ, ഈ ലോസ് കാരണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലെ? പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡിസ്പോസൽ ഗെയിൻ ഓർ ലോസ് എന്താണ്? ഒരു വൺ ഓഫ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ? ഇത് എല്ലാ വർഷം വരുന്ന ട്രാൻസാക്ഷൻ ആണോ? അല്ല, അതൊരു വൺ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യുമ്പോൾ പറയണം. ഓക്കെ അല്ലെ? അപ്പൊ ഈ വൺ ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ? ഈ വൺ ഓഫ് ട്രാൻസാക്ഷനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും?
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഓക്കെ അല്ലേ? അത് പറയണം. ഓക്കെ. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ നോൺ കോർ ഡിവിഷന്റെ അല്ലെ, നമ്മൾ സെല് ചെയ്ത നോൺ കോർ ഡിവിഷന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. എത്ര പ്രോഫിറ്റ് വരുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 200 ആണ്. ഓക്കെ. ഓക്കെ. ഇനി രണ്ടാമത്തെ നോട്ട് നോക്ക്. രണ്ടാമത്തെ നോട്ടിൽ പറയുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? ആസ്പെക്ട് കമ്പനിയുടെ ഒരു കോസ്റ്റിനെ പറ്റിയാ പറയുന്നത്. ആസ്പെക്ട് കമ്പനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെ കോസ്റ്റ് വരുന്നത്? ആസ്പെക്ട് കമ്പനി അവരുടെ ഇപ്പോഴത്തെ പാരന്റ് കമ്പനി ആരാണ്? ഗാമിൽട്ടൺ അല്ലേ? ഗാമിൽട്ടൺ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാനേജ്മെന്റ് ഫീ പേ ചെയ്യുന്നുണ്ട്. എത്ര മാനേജ്മെന്റ് ഫീ പേ ചെയ്യുന്നത്? 1% ഓഫ് ദി റവന്യൂ. ദാറ്റ് മീൻസ് ആസ്പെക്ട് കമ്പനിയുടെ റവന്യൂ എത്രയാണോ, ആസ്പെക്ട് കമ്പനിയുടെ റവന്യൂ എത്രയാണോ അതിന്റെ 1% എന്ത് ചെയ്യണം? ആർക്ക് പേ ചെയ്യണം? ഗാമിൽട്ടൺ ഗ്രൂപ്പിന് എന്ത് ചെയ്യണം? പേ ചെയ്യണം. എന്തിനാ പേ ചെയ്യുന്നത്? ബിക്കോസ് ഗാമിൽട്ടൺ കമ്പനി അല്ലേ ഇവർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ഫീ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പോ എത്ര ആയിക്കോട്ടെ 1% വരിക? 1% എത്ര ആയിരിക്കും വരിക? എത്ര എമൗണ്ട് വരിക? എത്രയുടെ 1% വരുന്നുണ്ടാവാ? എത്രയാ? റവന്യൂന്റെ 1% റവന്യൂ എത്രയാടാ? 54,200 അല്ലേ? അപ്പൊ എത്രയുടെ എമൗണ്ട് വരുന്നുണ്ടാവാ? 542 അല്ലേ? ഇതെന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പോ ഇത് ഈ 542 എന്ത് ചെയ്തിട്ടുണ്ടാവും? ആസ്പെക്ട് കമ്പനിയുടെ SOP ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും അല്ലെ? ആസ്പെക്ട് കമ്പനിയുടെ SOP എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. എവിടെ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞേ? എവിടെ കാണിക്കുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അല്ലെ? ഇതെവിടെ കാണിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഈ എക്സ്പെൻസ് കാരണം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗാമിൽട്ടൺ കമ്പനിയുടെ ഗാമിൽട്ടൺ അല്ല, ആസ്പെക്ട് കമ്പനിയുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആസ്പെക്ട് കമ്പനിയുടെ അല്ലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിക്രീസ് ആയിട്ടുണ്ടാവും അല്ലെ? അല്ലേടാ? ശരിയല്ലേ? ഇത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയാം അല്ലെ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണേ, വേറൊരു പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കണേ. അസ്യൂം ദാറ്റ് നമ്മള് ഈ എന്താ പറയാ ഓക്കെ ഇത്ര മതി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി വേറെ പറയുന്നത് എന്താ? ഇനി അടുത്ത കേസ് പറയുന്നുണ്ട്, ഫങ്ക്ഷൻ കമ്പനിയാണ് അക്വയർ ചെയ്തെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫങ്ക്ഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ സി അസ്യൂം ദാറ്റ് നമ്മളിപ്പോ ഇവിടെ പറയുന്ന കേസ് എങ്ങനെയാണ്? സപ്പോസ് ഫങ്ക്ഷൻ കമ്പനിയാണ് നമ്മുടെ പാരന്റ് എന്ന് വിചാരിച്ചോ. ഫങ്ക്ഷൻ കമ്പനിയാണ് നമ്മുടെ പാരന്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണ് ഫീസ് പേ ചെയ്യേണ്ടി വരിക? ആസ്പെക്ട് കമ്പനി എത്ര പേ ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിന്റെ 10% പേ ചെയ്യണം. ഇതെപ്പോഴാണ് വരിക? ഇതെപ്പോഴാണ് പേ ചെയ്യേണ്ടി വരിക? ഇപ്പൊ ഫങ്ക്ഷൻ കമ്പനിയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അസ്യൂം ദാറ്റ് ഫങ്ക്ഷൻ കമ്പനി എന്ത് ചെയ്യാണ്? ആസ്പെക്ടിനെ അക്വയർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ മാനേജ്മെന്റിന് ഫീസ് പേ ചെയ്യേണ്ടി വരും. ഇതേപോലെ എന്ത് ചെയ്യണം? മാനേജ്മെന്റിന് ഫീസ് പേ ചെയ്യേണ്ടി വരും. എങ്ങനെ ഫീസ് പേ ചെയ്യേണ്ടി വരിക? ആസ്പെക്ട് കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ 10%. അതെത്ര വരിക? അതെത്ര വരിക? എത്രയാ ഗ്രോസ് പ്രോഫിറ്റ്? എത്രയാ? 32,700 അല്ലേ? ഇതിന്റെ 10%. ഓക്കെ അല്ലേ? ഇതിന്റെ 10%. ഓക്കെ അല്ലേ?
ശതമാനം 10% ഇപ്പൊ കാണണ്ട, കാരണം ഫിഗേഴ്സിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. 10% ഇപ്പൊ കാണണ്ട. എനിവേസ്, ഗ്രോസ് പ്രോഫിറ്റിന്റെ 10%. ഗ്രോസ് പ്രോഫിറ്റിന്റെ 10%. ഇപ്പൊ കാണേണ്ട ആവശ്യമില്ല. ഗ്രോസ് പ്രോഫിറ്റിന്റെ 10% എന്ത് ചെയ്യണം? ആര് പേ ചെയ്യണം? ആസ്പെക്ട് കമ്പനി എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പൊ ഇത് വരുമ്പോ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? പിന്നെയും കൂടൂലേ? അല്ലടാ, ഇത് വന്നാലും എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടൂലേ? അല്ലടാ, ഇത് പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആസ്പെക്ട് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? എന്താ പറയുന്നത്? ആസ്പെക്ട് കമ്പനി എന്താ ചെയ്യുന്നത്? ആരുടെ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്? ഗാമിൽട്ടൺ ഗ്രൂപ്പിന്റെ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഗാമിൽട്ടൺ ഗ്രൂപ്പിന്റെ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ പാരന്റ് കമ്പനിയുടെ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എത്ര റെന്റ് പേ ചെയ്താൽ മതി? 46,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെന്റ് പേ ചെയ്യുന്നത്. പക്ഷെ അപ്പത്തെ ആ ഒരു ടൈമിലെ മാർക്കറ്റ് വാല്യൂ എത്രയാടാ റെന്റിന്റെ? മാർക്കറ്റ് വാല്യൂ എത്രയാ? 120,000 ആണ്. അപ്പൊ ശരിക്ക് മാർക്കറ്റ് റെന്റ് 120,000 ആണ്. ഇതാണ് ശരിക്കും മാർക്കറ്റിൽ വരുന്ന റെന്റ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആരുതാ? പാരന്റിന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര പേ ചെയ്താൽ മതി? 46,000 പേ ചെയ്താൽ മതി. ഇത് എപ്പോഴുള്ള ട്രാൻസാക്ഷൻ ആടാ? ഗാമിൽട്ടൺ കമ്പനിയുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ഗാമിൽട്ടൺ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. പക്ഷേ ആലോചിച്ച് നോക്കാം, ഇപ്പൊ സപ്പോസ് എന്ത് ചെയ്യാണ്? ആസ്പെക്ട് കമ്പനിനെ എന്ത് ചെയ്യാണ്? ആര് മേടിക്കാം? ഫങ്ഷൻ കമ്പനി മേടിക്കാന്ന് വിചാരിച്ചോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ബിൽഡിംഗ് നമുക്ക് ഉണ്ടാവോ? ഈ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എത്ര റെന്റ് കൊടുക്കേണ്ടി വരും? 46ന്റെ പകരം 46,000 കൊടുക്കുന്നതിന് പകരം എത്ര കൊടുക്കണം? 120,000 കൊടുക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കണേ. സപ്പോസ് നമ്മുടെ ഫങ്ഷൻ കമ്പനി ആസ്പെക്ടിനെ അക്വയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ റെന്റ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ കൂടും. 46,000 ഉള്ള എന്താവും? 120,000 ആവും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് മനസ്സിലാക്കാം. ഇപ്പൊ കറന്റ്ലി 46,000 ആണ് അവര് പേ ചെയ്യുന്നുള്ളൂ അല്ലെ? 46,000 ആണ് പേ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ അക്വസിഷൻ നടന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ സേവിങ്സ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും അല്ലെ? നമുക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ റെന്റ് വരും. എക്സ്ട്രാ റെന്റൽ ചാർജ് വരും. എത്ര എക്സ്ട്രാ റെന്റൽ ചാർജ് വരാ? 74 അല്ലേ വരാ? എക്സ്ട്രാ റെന്റൽ എത്ര പേ ചെയ്യേണ്ടി വരും? 74 പേ ചെയ്യേണ്ടി വരും. കാരണം എന്താ? 120 ആണ് ഇപ്പൊ പേ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം വരെ എത്രയായിരുന്നു? 46 ഉള്ളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കാരണം എന്ത് ചെയ്യും? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടൂലേ? വീണ്ടും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും. അല്ലേ? അപ്പോ ഇത് അക്വസിഷൻ ആണ്. അപ്പോ അക്വസിഷൻ നടന്നു കഴിഞ്ഞാല് അക്വസിഷൻ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആസ്പെക്ട് ഗ്രൂപ്പിന്റെ റെന്റ് കൂടും. എത്ര കൂടാ? 74,000 എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? അപ്പൊ അതുവഴി എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? രണ്ടിടത്തും കൂടാ? 120 കൂടോ? 120 കൂടോ? ഇല്ല. 46 നമ്മൾ ഓൾറെഡി ഇപ്പൊ പേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര എക്സ്ട്രാ വരുന്നതാ? നമ്മൾ 120 ആണ് പേ ചെയ്യേണ്ടത്. പക്ഷെ 46 നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ എക്സ്ട്രാ എത്ര വരാ? 74 നമുക്ക് എക്സ്ട്രാ വരാ. ഓക്കെ അല്ലേ? മൊത്തം പേ ചെയ്യുന്നത് എത്രയാണ്? 120 ആണ് അല്ലെ? ഇവിടെ മൊത്തം എത്ര പേ ചെയ്യണം? 120 പേ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് സംഭവിക്കപ്പോഴാടാ? അക്വസിഷന് ശേഷമാണ് അല്ലെ? എപ്പോഴാണ് സംഭവിക്കുക ഇത്? അക്വസിഷന്റെ അതേപോലെ നമ്മുടെ മാനേജ്മെന്റ് ചാർജ് നോക്കുമ്പോഴും
നോക്കടാ, മാനേജ്മെന്റ് ചാർജ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, അക്വസിഷന് മുമ്പ്, നമ്മളിപ്പോ ബിഫോർ അക്വസിഷന്റെ മുമ്പാണെങ്കിൽ നമുക്ക് എത്രയാണ് ഇത് വരുന്നത്? ഓൾമോസ്റ്റ് അല്ലേ? ഇങ്ങനെയാണ് ബിഫോർ അക്വസിഷൻ. നമുക്ക് എന്ത് ചെയ്താൽ മതി? റവന്യൂന്റെ 1% പേ ചെയ്താൽ മതി. ഇതാണ് ബിഫോർ അക്വസിഷൻ, ശരിയല്ലേ? ബിഫോർ അക്വസിഷൻ 1% പേ ചെയ്യുന്നത്. പക്ഷെ അക്വസിഷൻ നടന്നു കഴിഞ്ഞാല് നമുക്ക് എത്രയാണ് ഫീസ് വരിക? എത്ര ഫീസ് വരിക? എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റിന്റെ 10% വരിക അല്ലെ? ആഫ്റ്റർ അക്വസിഷൻ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിന്റെ 10%. ക്ലിയർ അല്ലേ? രണ്ടും ഓർമ്മ ഉണ്ടായിരിക്കണേ. ഓക്കെ അല്ലേ? ക്ലിയർ? ഫസ്റ്റ് റിക്വയർമെന്റ് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ നാലാമത്തെ നോട്ടിൽ എന്താ പറയുന്നത്? നമ്മുടെ KPIs പറയുന്നുണ്ട്. KPIs വെച്ച് എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, KPIs വെച്ച് എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് ബേസിക്കലി എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രി ആവറേജ് കേട്ടോ. ഇൻഡസ്ട്രി ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, KPIs വെച്ചാൽ റേഷ്യോസ്, അത്ര മീനിങ് ഉള്ളൂ കേട്ടോ. KPI എന്ന് വെച്ചാൽ എന്താ? റേഷ്യോ, അത്ര മീനിങ് ഉള്ളൂ. ഓക്കെ, ഇത് ആരുടെ റേഷ്യോസ് ആണ്? ഇൻഡസ്ട്രിയുടെ കേട്ടോ. ഇൻഡസ്ട്രിയുടെ റേഷ്യോസ് ആണ്. അപ്പൊ ഫസ്റ്റ് റിക്വയർമെന്റ് ചെയ്യാം. എത്രയുടെ പ്രോഫിറ്റ് വരിക? നമ്മള് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആരുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണ്ടേ? നോൺ കോർ ഡിവിഷന്റെ പ്രോഫിറ്റ് കാണണം അല്ലെ? അപ്പൊ ഈ നോൺ കോർ ഡിവിഷന്റെ പ്രോഫിറ്റ് കാണണം ബൈ അസ്യൂമിങ് ദാറ്റ് എന്താണ്? എന്താ അസ്യൂം ചെയ്യണ്ടേ? ഫങ്ക്ഷൻ കമ്പനി ആസ്പെക്ടിനെ അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ആസ്പെക്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? സോറി, ആസ്പെക്ട് കമ്പനിനെ ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? ഫങ്ക്ഷൻ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് എന്തുള്ളത്? റവന്യൂ മീൻ SOP ഉള്ളത്. റവന്യൂ ഉണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, X4
ഇത് ഒറിജിനൽ ഫിഗേഴ്സ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ് ഫിഗേഴ്സ് ഉള്ളത് അത് ജസ്റ്റ് എടുത്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ. എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരും? അഡ്ജസ്റ്റ്മെന്റ്സിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വരിക, ഫസ്റ്റ് നമ്മളോട് പറഞ്ഞെന്താണ്, 3 നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് അല്ലെ? 3 നോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പോ ഫസ്റ്റ് നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നോട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫസ്റ്റ് നോട്ടിൽ നമ്മൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോട്ടിൽ പറഞ്ഞ നോൺ കോർ ബിസിനസ് നമ്മൾ സെല് ചെയ്തിട്ടില്ലേ? നോൺ കോർ ബിസിനസ് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നോൺ കോർ ബിസിനസിന്റെ ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആസ്പെക്ട് കമ്പനിയുടെ എഫ്എസ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഫസ്റ്റ് നോട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് എന്താ വരിക? ഈ നോൺ കോർ ബിസിനസിന്റെ ഫിഗേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? SOP നിന്ന് ക്യാൻസൽ ചെയ്യണം. കാരണം എന്താ? ക്യാൻസൽ ചെയ്യാൻ കാരണം എന്താ? എന്തുണ്ടാവില്ല, ആ നമ്മള് മൊത്തം അതിനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? നോൺ കോർ ബിസിനസ് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്പോസ് ചെയ്തു. ഓക്കെ അല്ലെ? അപ്പൊ ഫിഗേഴ്സ് കമ്പയറബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോൺ കോർ ബിസിനസിന്റെ ഫിഗേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഫിഗേഴ്സ് എന്ത് ചെയ്യണം? മൊത്തം ഒഴിവാക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വർഷത്തെ ഫിഗേഴ്സും പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പയറബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസ്പോസ് ചെയ്ത നോൺ കോർ ഡിവിഷൻ ഉണ്ടല്ലോ, അതിന്റെ ഫിഗേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? ബുക്സ് നിന്ന് ഒഴിവാക്കണം. ഓക്കെ അല്ലെ? അപ്പൊ റീസൺ ശരിക്കും എഴുതി വെച്ചോട്ടോ, നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഇനി ഉണ്ടാവില്ല. അടുത്ത വർഷം ഉണ്ടാവുമോ? അടുത്ത വർഷം ഉണ്ടാവില്ല. അപ്പൊ കമ്പയറബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഫിഗേഴ്സ് എല്ലാം നമ്മൾ ബുക്സിൽ ഒഴിവാക്കാൻ പോവാം. അപ്പൊ റവന്യൂ എത്രയുടെ ക്യാൻസൽ ചെയ്യേണ്ടി വരാം? 2100. ഓക്കെ അല്ലെ? കോസ്റ്റ് ഓഫ് സെയിൽസ് ക്യാൻസൽ ചെയ്യേണ്ടത് എത്രയാണ്? 1200. ഓക്കെ അല്ലെ? റീസ്റ്റേറ്റഡ് ബാലൻസ് വരുന്നുണ്ടാവുക, നോക്കണേ. റവന്യൂ എത്രയായിരിക്കും? 54. എത്ര എത്ര ഡിഫറൻസ് എടുത്തേ? എത്ര വരാ? 52 100 വരും. കോസ്റ്റ് ഓഫ് സെയിൽസോ? 20,300. ഓക്കെ അല്ലെ? അപ്പോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 31,800 വരും. അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ചെയ്തെന്താണ്? ആ നോൺ കോർ ബിസിനസിന്റെ റവന്യൂവും കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തു? നമ്മൾ ഒഴിവാക്കി, ബുക്സ് നിന്ന് ഒഴിവാക്കി. കാരണം അത് ഒഴിവാക്കാൻ ഇവിടെ പറയുന്നുണ്ട് അല്ലെ? ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണോ? അഡ്ജസ്റ്റ് നോട്ട് നമ്പർ 1 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒഴിവാക്കിയത്. ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? അല്ലെ, സോറി, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ ക്യാൻസൽ ചെയ്യേണ്ടേ? അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ക്യാൻസൽ ചെയ്യണം. അപ്പൊ അത് നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 ചെയ്യാണേ. കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് വരിക? ശ്രദ്ധിക്കണം, നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര വരുന്നത്? 11,700 ആണ്. ശരിയല്ലേ?
ആസ്പെക്ടിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുത്തു, എത്രയാണ്? 11,700 ആണ്. ഇനി ഇത് എന്ത് ക്യാൻസൽ ചെയ്യണം? ആ നോൺ കോർ ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ക്യാൻസൽ ചെയ്യണം അല്ലേ? നോൺ കോർ ബിസിനസിന്റെ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ആരുടേത്? ആ നോൺ കോർ ബിസിനസിന്റെ കേട്ടോ. നോൺ കോർ ബിസിനസിന്റെ എത്ര വരുന്നേ? അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എക്സ്പെൻസ് ഒഴിവാക്കാൻ വേണ്ടേ? ഓക്കെ അല്ലേ? പിന്നെ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ക്യാൻസൽ ചെയ്യേണ്ട എന്താണ്? നമുക്ക് ലോസ് ഓൺ ഡിസ്പോസൽ ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യണം. കാരണം അതും നോൺ കോർ ബിസിനസ് റിലേറ്റഡ് അല്ലേ? അപ്പോ ലോസ് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ലോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് എന്ത് ചെയ്യും? നമ്മളിത് എക്സ്പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലേ? നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെടാ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലേക്കല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ലോസ് നമ്മൾ ഒഴിവാക്കുമ്പോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും അല്ലെ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെയാടാ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ നമ്മൾ ലോസ് ആണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. ലോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സോറി, ലോസ് ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കുറയും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കുറയുക ചെയ്യാം. നമ്മൾ ഓപ്പറേറ്റിംഗ് ബിസിനസിന്റെ എല്ലാം, നമ്മുടെ നോൺ കോർ ഡിവിഷന്റെ എല്ലാ ഫിഗേഴ്സും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ. അല്ലേ? അപ്പൊ ലോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കുറയുക ചെയ്യാം. അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഓക്കെ അല്ലേ? പിന്നെ പിന്നെ അതുപോലെ ഫങ്ഷൻ കമ്പനി അക്വയർ ചെയ്യുകയാണെങ്കിൽ മാനേജ്മെന്റ് ഫീസിലും വ്യത്യാസം വരും. എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? എന്ത് ചെയ്യും? നമ്മൾ എന്ത് ക്യാൻസൽ ചെയ്യണം? ആ 1% ഫീസ് ഉണ്ടല്ലോ, 1% ഫീസ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇത് ആർക്ക് പേ ചെയ്തടാ? ഗാമിൽട്ടന് പേ ചെയ്താണ്. ഇത് ക്യാൻസൽ ചെയ്യണം. കാരണം എന്താ? ഇപ്പോ ഗാമിൽട്ടൺ ഗ്രൂപ്പ് ആണ് നമ്മുടെ പാരന്റ് അല്ല. ഇപ്പൊ പാരന്റ് ആരാണ്? ഫങ്ജെറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ആ 10% വരുന്ന ഗ്രോസ് പ്രോഫിറ്റിന് മുകളിൽ 10% വരില്ലേ? അതെന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇനി മുതൽ നമ്മൾ 1% അല്ല പേ ചെയ്യണ്ടേ? എത്ര ശതമാനം പേ ചെയ്യണ്ടേ? 10% പേ ചെയ്യണ്ടേ. ഓക്കെ അല്ലേ? ഇത് ക്യാൻസൽ ചെയ്യണേ. ഇത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്താ? ഇത് അവര് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവർ പറയുന്നുണ്ട് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളിത് ക്യാൻസൽ ചെയ്യണം അല്ലെ? 1% പറയുന്നത്, 1% ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. ആൻഡ് നമ്മുടെ പുതിയ കോസ്റ്റ് എത്ര വരിക? അത് 10% വരിക. ഓക്കെ അല്ലെ? എത്രയാണ് വരുന്നുണ്ടാവുക? ദിസ് ഇസ് 1% ഓൺ ദി റവന്യൂ അല്ലെ? എത്ര റവന്യൂ വരുന്നത്? ആസ്പെക്ടിന്റെ റവന്യൂ എത്രയാണ്? 54,200. ഓക്കെ അല്ലെ? ഇത് ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ബാക്ക് ചെയ്തു.
ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. എത്രയാണ്? 10% ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്? ഇവിടെ എടുക്കേണ്ടത് ഏത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്? റീസ്റ്റേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് എടുക്കണ്ടേ? റീസ്റ്റേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? റീസ്റ്റേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് എടുക്കണേ. കാരണം ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് അതിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? 10% കമ്മീഷൻ പേ ചെയ്യണ്ടേ. കമ്മീഷൻ അല്ല, ചാർജ് കേട്ടോ. അവിടെ റീസ്റ്റേറ്റഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫങ്ക്ഷൻ കമ്പനി അക്വയർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എത്രയാണ്? 31,800 അല്ലേ? എത്ര വരും? 3180 അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തെന്താ? കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ. അപ്പൊ അതെന്താണ്? എക്സ്പെൻസ് ആണ്. പിന്നെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ നോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ നോട്ട് നോക്കാം. റെന്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഗാമിൽട്ടൺ കമ്പനിക്ക് പേ ചെയ്യുന്ന റെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യണം അല്ലെ? റെന്റ് പെയ്ഡ് ടു ഗാമിൽട്ടൺ എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? എന്ത് ചെയ്യണം? കൊമേഴ്ഷ്യൽ റെന്റ് അല്ലെ? ന്യൂ റെന്റ്, അല്ലെങ്കിൽ ന്യൂ റെന്റ് എടുത്തായി. ന്യൂ റെന്റ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ റെന്റ് പെയ്ഡ് ടു ഗാമിൽട്ടൺ എത്രയാണ്? 46 ആണ് അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇനി പുതിയ റെന്റ് ആണ്. പുതിയ റെന്റ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ചെയ്യണം. എത്ര പുതിയ റെന്റ്? 120. ഓക്കെ അല്ലേ? ഈ ചെയ്താല് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വിൽ ബി 122,12. ഇതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരിക. അല്ലേ? ഇത് ഞാൻ റെഡിൽ കാണിച്ചൊന്നും നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ.
റെഡിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, എക്സാമിന് എഴുതേണ്ട ആവശ്യം ഇല്ല. ബ്ലാക്ക് കളറിൽ ഉള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, എക്സാമിന് എഴുതിയാൽ മതി. ഓക്കെ, എന്തായാലും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് തെറ്റിക്കും, അതിൽ സംശയം വേണ്ട. എങ്ങനെ ആണെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മള് തെറ്റിക്കും, ഉറപ്പായിട്ടും തെറ്റും, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, തെറ്റും. അപ്പൊ നമുക്ക് മാക്സിമം മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണോ മനസ്സിലാവുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, അത് എല്ലാവരും കൊണ്ടും പറ്റണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? പക്ഷെ ഇത് എന്ത് ചെയ്യും, 99% എന്ത് ചെയ്യും, ഇത് തെറ്റും, ഇതിൽ എന്തിലേക്ക് തെറ്റ് വരും. പക്ഷെ നമ്മൾ മിനിമം ചെയ്യേണ്ട കാര്യം എന്താണ്, അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. എത്ര വരുന്നത്, 122. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര വരിക, 19,588 എന്ന് വരും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, എന്തായാലും തെറ്റും, ഉറപ്പിച്ചോ. പക്ഷെ നമ്മൾ ചെയ്ത് വെക്കണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്, എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങളുടെ രീതിയിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം കേട്ടോ. എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. കാരണം എന്താ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം എന്ന് പറയാൻ കാരണം എന്താ, ഒന്നാമത് നിങ്ങൾക്ക് ഈ റിക്വയർമെന്റിൽ മാക്സിമം മാർക്ക് കിട്ടും. ഒന്നാമത്തെ റീസൺ എന്താണ്, നിങ്ങൾക്ക് ഇതിൽ മാക്സിമം മാർക്ക് കിട്ടും. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റേഷ്യോസ് കാണാൻ പറ്റുള്ളൂ. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റേഷ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ എത്ര മാർക്കാ, 4 മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട് റേഷ്യോന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ റേഷ്യോയുടെ 5 മാർക്ക് ഉണ്ടല്ലോ, അത് കിട്ടും, മാർക്ക് പോവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തെറ്റാണെങ്കിലല്ല, തെറ്റാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ്, തെറ്റാണ്. തെറ്റോ? ഉറപ്പായിട്ടും തെറ്റും, ഉറപ്പായിട്ടും തെറ്റും. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാ, റേഷ്യോസ് കാണാ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അതിന്റെ 5 മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു 5 മാർക്ക് കിട്ടണമെങ്കിൽ, റിക്വയർമെന്റ് ബിയുടെ 5 മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കറക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ? ആ, പക്ഷെ എന്തെങ്കിലും കണ്ടുപിടിക്കണേ, എന്തെങ്കിലും ഒരു ഫിഗർ കണ്ടുപിടിക്കണം. ആ, അത് ഏത് പൊട്ടനെ കൊണ്ടും പറ്റും, എന്തെങ്കിലും ഒരു ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യൽ പോസിബിൾ അല്ല, പക്ഷെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ചില അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാലും, ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് മിസ്സായാലും, ചില അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്തു വെക്കുക, ഫിഗർ കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, റേഷ്യോസ് കാണാം. നമുക്ക് കൂടുതൽ ആലോചിച്ചിരിക്കാൻ സമയമില്ല കേട്ടോ, അതും ശ്രദ്ധിക്കുക. അത് വേറെ പ്രശ്നമാണ്. നമുക്ക് കൂടുതൽ ആലോചിച്ചിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ചെയ്തു വെക്കുക. കാരണം ഈ റിക്വയർമെന്റ് കുറച്ച് ടഫാണ് അല്ലെ? ഈ റിക്വയർമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽ വരുന്നില്ലേ അല്ലെ? ഒരു സ്റ്റക്കായ ഫീൽ നമുക്ക് വരും. അങ്ങനത്തെ ഫീൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പൊ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, അത് എക്സ്പീരിയൻസ് ആവും, ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു വെക്കുക, ആൻസർ കണ്ടുപിടിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. മനസ്സിലായല്ലോ? മാർക്ക് കിട്ടും.
നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് മാർക്ക് കിട്ടും. അപ്പൊ റേഷ്യോസ് കണ്ടുപിടിച്ചേ, പെട്ടെന്ന് റേഷ്യോസ് കണ്ടുപിടിച്ചേ. എന്താ പറഞ്ഞേ? റേഷ്യോസ് കാണണം ആസ് പെർ ദി റീസ്റ്റേറ്റഡ് ബാലൻസ്. അതിന്റെ മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള ചേഞ്ച് വന്നേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്ത്? കൂടിയോ കുറഞ്ഞോ? പറഞ്ഞില്ലേ? എടാ ഇവിടെ ഡിക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? എത്ര ഡിക്രീസ് വന്നുള്ളത്? ഡിക്രീസ് വന്ന ഡിഫറൻസ് എടുക്കണം. ചേഞ്ച് എത്ര ഡിഫറൻസ് എടുക്കണം? എത്ര ഡിഫറൻസ് വന്നേ? 1412. അപ്പൊ ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി ഡിക്രീസ് ഇൻ ക്യാഷ്. ഈ എമൗണ്ട് എന്തായിരിക്കും? ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് മാത്രമല്ല, ദിസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ക്യാഷ് ആസ് വെൽ. അതവിടെ പറഞ്ഞ. ഓക്കെ. അപ്പൊ ക്യാഷ് നമ്മൾ റേഷ്യോ കാണുന്ന സമയത്ത് നമ്മൾ ക്യാഷ് എടുക്കുമ്പോ എന്ത് ചെയ്യണം? ക്യാഷിന്റെ എത്ര മൈനസ് ചെയ്യണം? 1412 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നാ റേഷ്യോ കണ്ടുപിടിച്ചേ. ഏതൊക്കെ റേഷ്യോസ് കാണണ്ടേ? ഏതൊക്കെ റേഷ്യോസ് കാണണ്ടേ? റേഷ്യോസ് ഇക്വാലൻ ടു ദി ആ റേഷ്യോസ് ഗിവൺ ഇൻ നോട്ട് നമ്പർ 4 അല്ലെ? നോട്ട് നമ്പർ 4 പറഞ്ഞ റേഷ്യോസ് ഒക്കെ കാണണം. നോട്ട് നമ്പർ 4 ഏതൊക്കെ റേഷ്യോസ് പറയുന്നത്? എത്ര റേഷ്യോസ് ഉണ്ട്? മൊത്തം 7 റേഷ്യോസ് ഉണ്ട് അല്ലെ? 6 റേഷ്യോസ് അല്ലേ? ഈ 6 റേഷ്യോസും കാണണം കേട്ടോ. ഈ 6 റേഷ്യോസും കാണണം. കണ്ടുപിടിച്ചേ. അല്ലെ 3 മാർക്ക് 5 മാർക്ക് ഇല്ലേ? 5 മാർക്ക് ഉണ്ട്. എത്രയാണ് വരുന്നത്? റേഷ്യോ എത്ര വരുന്നത്? പെടുന്ന് കാണേ. എത്ര വരുന്നത്? വരുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? പുതിയ ഫിഗേഴ്സ് എടുക്കണേ. പുതിയ ഫിഗേഴ്സ് വെച്ചിട്ടാ ചെയ്യേണ്ടത്. എല്ലാം പുതിയ ഫിഗേഴ്സ് എടുത്ത് ചെയ്യണേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 61% വരും. പിന്നെ സോറി ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിൽ ബി 38%. പുതിയ ഫിഗേഴ്സ് വെച്ചാ ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പുതിയ ഫിഗേഴ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. Receivables divided by revenue. ഇനി കറണ്ട് റേഷ്യോ നോക്കണേ.
എവിടെയൊക്കെ ക്യാഷ് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ശ്രദ്ധിക്ക്, കറണ്ട് റേഷ്യോ കാണുമ്പോൾ എന്ത് ചെയ്യണം? കറണ്ട് റേഷ്യോയുടെ ഫോമിൽ എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ കറണ്ട് അസറ്റിൽ എന്തുണ്ട്? ക്യാഷ് വരുന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാഷ് ക്യാൻസൽ ചെയ്യണം. എവിടൊക്കെ ക്യാഷ് വരുന്നുണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാഷ് ക്യാൻസൽ ചെയ്യണം. ബിക്കോസ് ഇവിടെ സംഭവിച്ചെന്താണ്? ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. അപ്പൊ എവിടൊക്കെ റേഷ്യോയിൽ എവിടൊക്കെ ക്യാഷ് വരുന്നുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് മൈനസ് ചെയ്യണം. ഓക്കെ, എത്രയാ? എത്രയാ കറണ്ട് റേഷ്യോ വരുന്നത്? അപ്പൊ കറണ്ട് റേഷ്യോ നോക്കണം. കറണ്ട് റേഷ്യോ വരുന്നുണ്ടാവും എത്രയാണ്? 0.57 ആണ് കറണ്ട് റേഷ്യോ വരിക. പിന്നെ റേഷ്യോ, സോറി, കറണ്ട് റേഷ്യോ വൺ ആണ് വരുന്നത്. 1:1. അല്ലേ? ഓൾമോസ്റ്റ് 1 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എത്ര വരുന്നത്? എന്ത് ചെയ്യണം? ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് അസറ്റ് എടുക്കുക. ശ്രദ്ധിക്കണേ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാണുമ്പോൾ എങ്ങനെയാ? നമ്മുടെ കറണ്ട് അസറ്റിന്റെ ഫോമുല തന്നെയാണ്, പക്ഷെ എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല? ഇൻവെന്ററി. കറണ്ട് അസറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻവെന്ററി എടുക്കാൻ പാടില്ല. സെയിം ഫോർമുലയാണ്, ശ്രദ്ധിക്കടാ. കറണ്ട് അസറ്റിന്റെ സെയിം ഫോർമുലയാണ്. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം? ഒന്നാമത് നമ്മൾ എന്ത് ഒഴിവാക്കണം? നമ്മൾ എന്ത് ഒഴിവാക്കണം? ഇൻവെന്ററി ഒഴിവാക്കണം. ഇൻവെന്ററി എത്രയാണ്? ഇൻവെന്ററി എത്രയാണ്? ആ ഇൻവെന്ററി 4,900 അല്ലേ? 4,900 ആണ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യുക്ക് റേഷ്യോ കിട്ടും. ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. എന്ത് ചെയ്താൽ മതി? ഇൻവെന്ററി ഒഴിവാക്കിയാൽ മതി. കറണ്ട് സെറ്റ് എന്ത് ചെയ്താൽ മതി? ഇൻവെന്ററി ഒഴിവാക്കിയാൽ മതി. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് വരും. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. എന്താണ്? ക്യാഷ് ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ക്യാഷ് ഒഴിവാക്കണം. അത് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ക്യാഷ് എത്രയാണ്? 1412. ഓക്കെ അല്ലേ? അപ്പോ കറണ്ട് റേഷ്യോ, സോറി, ക്യുക്ക് റേഷ്യോ വിൽ ബി 0.57. ഓക്കെ, ഇനി ഗിയറിംഗ്. ഗിയറിംഗ് എങ്ങനെയാണ്? ഡെറ്റ് ബൈ ഇക്വിറ്റി അല്ലേ ചെയ്യേണ്ടേ? അല്ലെ? ഡെറ്റ് ബൈ ഇക്വിറ്റി ആണ്. ഇവിടെ പറയുന്നത് ഡെറ്റ് ബൈ ഇക്വിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഡെറ്റ് എത്രയാണ്? 16,700 ആണ്. ആൻഡ് എക്വിറ്റി എത്രയാ? 9,000 ആണ്. ആൻഡ് ഇതെന്തിനെ എഫക്ട് ചെയ്യും? ശ്രദ്ധിക്കടാ, എന്ത് ചെയ്യും? നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടില്ലേ? അല്ലെ? പ്രോഫിറ്റ് കുറയുമ്പോ എന്ത് ചെയ്യും? എക്വിറ്റി കുറയൂലേ? പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യും? എക്വിറ്റി കുറയും. അപ്പൊ ഇക്വിറ്റി എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, സോ ഗിയറിംഗ് റേഷ്യോ വിൽ ബി 120%, സോറി 220%. ഓക്കെ, ഇതാണ് റേഷ്യോസ് വരിക. Okay. ഇനി റേഷ്യോസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കടാ. നമുക്ക് റേഷ്യോസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
ഓക്കെ അല്ലേ? ഇപ്പൊ റേഷ്യോസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കടാ. ഓക്കെ, അപ്പൊ നമ്മളോട് സംസാരിക്കേണ്ടത് നോക്കടാ, ഇവിടെ നമുക്കിപ്പോ ആസ്പെക്ട് കമ്പനിയുടെ റേഷ്യോ ആണ് ഇതുള്ളത്. ഇത് ആസ്പെക്ട് കമ്പനിയുടെ റേഷ്യോ ആണ്. ഈ റേഷ്യോ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡസ്ട്രി ആവറേജുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതാണ് ഇവിടെ ചെയ്യേണ്ട കമ്പാരിസൺ കേട്ടോ. അപ്പൊ നോക്കടാ, ഗ്രോസ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നോക്കുന്ന സമയത്ത് നമ്മള് ആസ്പെക്ട് കമ്പനിയുടെ പെർഫോമൻസ് നല്ലതാണോ അല്ലയോ? ആ, ഗ്രോസ് പ്രോഫിറ്റ് നോക്കുമ്പോ എന്താണ്? നമ്മുടെ പെർഫോമൻസ് നല്ലതല്ലേ? പെർഫോമൻസ് നല്ലതല്ലേ? അല്ലെ? ആസ്പെക്ട് ആണ് എന്ത് ചെയ്യുന്നത്? നല്ല പോലെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ആസ്പെക്ടിലെ പെർഫോമൻസ് എന്താണ്? നല്ലതാണ്. ശരിയല്ലേ? യെസ്. അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കടാ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് എന്താണ്? നമ്മുടെ പെർഫോമൻസ് എന്താണ്? നല്ലതാണ്. ശരിയല്ലേ? നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്തായിരിക്കും? ഇതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും? നമുക്ക് പറയാം. എന്താ? ആ ഡിസ്പോസൽ നോക്കാം. ഡിസ്പോസലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ആ നോൺ കോർ ബിസിനസിനെ, നോൺ കോർ ബിസിനസ് അവർ സെല് ചെയ്തിട്ടുണ്ട് അല്ലെ? നോൺ കോർ ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്? സെല്ല് ചെയ്തിട്ടുണ്ട്. എന്തിനാ സെല്ല് ചെയ്തത്? ടു ഫോക്കസ് ഓൺ കോർ ബിസിനസ് അല്ലെ? കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവരുടെ ആ ഒരു സ്ട്രാറ്റജി ഇവിടെ എന്തായി? ഇഫക്റ്റീവായി അല്ലെ? അവർ പറഞ്ഞ ആ സ്ട്രാറ്റജി എന്ത് ചെയ്തു? എഫക്റ്റീവായി. അവിടെ സ്ട്രാറ്റജി എന്തായിരുന്നു? നോൺ കോർ ബിസിനസ് സെല് ചെയ്തിട്ട് കോർ ബിസിനസ്സിൽ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തത് കൊണ്ട് എന്തുണ്ട്? പെർഫോമൻസ് ഇല്ലേ? പെർഫോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടില്ലേ? നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് വി ആർ ഫോക്കസിങ് ഓൺ ദി കോർ ബിസിനസ്. ഓക്കെ അല്ലേ? ക്ലിയർ? അതാണ് റീസൺ. പിന്നെ നമുക്ക് എഴുതാം, ആൻസർ ചെയ്യാന്നാ. എഴുതി വെച്ചോ. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യേണ്ട പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, കമന്റ് ചെയ്യേണ്ടത്. അതേപോലെ എന്ത് വേണം? കൺക്ലൂഷനും വേണം. ഓക്കെ അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? ആസ്പെക്ട് കമ്പനിയുടെ ഹയർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇൻഡസ്ട്രി ആവറേജുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെ? ഇൻഡസ്ട്രി ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഹയർ ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാം? നോൺ കോർ ബിസിനസ്സുമായിട്ട് സെല് ചെയ്യാം, സോറി, കമ്പയർ ചെയ്യാം. നോൺ കോർ എന്ന് വെച്ചാൽ ബേസിക്കലി ഡിസ്പോസ്ഡ് ഡിവിഷൻ കേട്ടോ. ആ ഡിസ്പോസ് ഡിവിഷൻ ആണ്. ഈ ഡിസ്പോസ് ചെയ്ത ഡിവിഷൻ എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്? ഡിസ്പോസ് ചെയ്ത ഡിവിഷൻ ഉണ്ടല്ലോ, അവർക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്രയാ ഡിസ്പോസ് ചെയ്ത ഡിവിഷന്റെ എസ് ഒ പിയിൽ തന്നിട്ടുണ്ടല്ലോ? എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് 900 ആണ്, റവന്യൂ 2100 ആണ്. അപ്പോ ആ ഡിസ്പോസ് ഡിവിഷന്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 43% ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ആസ്പെക്ട് കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇൻഡസ്ട്രി ആവറേജ് എത്രയാണ്? ഇൻഡസ്ട്രി ആവറേജ് എത്രയാണ് വരുന്നത്? 45 അല്ലേ? 45 ആണ്. അപ്പൊ മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും പിന്നെ ഡിസ്പോസ് ഡിവിഷന്റെ ഗ്രോസ് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും എന്താണ്? നമ്മുടെ ആസ്പെക്ട് കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? വളരെ കൂടുതലാണ്, ഹയർ ആണ്. ഓക്കെ അല്ലേ? ഇതിന് റീസൺ പറയാം. എന്താ റീസൺ? So this can be due to
increased or better cost control focusing on core business. ഇതായിരുന്നു അവിടെ സ്ട്രാറ്റജി. അപ്പൊ അത് സക്സസ്ഫുൾ ആണെന്ന് പറയാം അല്ലെ, സക്സസ്ഫുൾ ആയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവര് അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടിയിട്ടുള്ളത്. ഓക്കെ, ബെറ്റർ കോസ്റ്റ് കൺട്രോൾ ആണ്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്താണ്, കൂടുതലല്ലേ അല്ലേ, കൂടുതലാണ്. സോ higher operating profit margin of 38% compared to the industry average. ഇൻഡസ്ട്രി ആവറേജ് എത്രയാണ്, 28 അല്ലേ. ആൻഡ് ഡിസ്പോസ് ഡിവിഷൻ എത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉള്ളത്, എത്രയാ, 700 divided by 2100, എത്ര പെർസെന്റേജ് വരാ, 33% വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ നോക്കടാ, ഇവിടെ സംഭവിച്ചെന്താ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 61% ഉണ്ട് അല്ലെ, 61% നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, മാർജിൻ കാണുന്നുണ്ട്. പക്ഷേ ആ സെയിം മാർജിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നപ്പോ എത്രയേ ഉള്ളൂ, നേരെ പകുതിയായില്ലേ, നേരെ പകുതിയായി, ശരിയല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 61 ഉണ്ടായിരുന്നു, അത് നേരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വന്നപ്പോ എത്രയായി, അതിന്റെ പകുതി ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ പകുതി ഉള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അപ്പൊ ഇവിടെ കാണുന്ന കണക്ഷൻ എന്താണ്, ആ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രോത്ത് എവിടെ ഇല്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ ഇല്ല. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ നോക്കുന്ന കണക്ഷൻ ഇങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റിൽ എത്രയാണോ ഗ്രോത്ത് വന്നിട്ടുള്ളത്, ആ ഗ്രോത്ത് എവിടെയും വരണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും വരണം. നിർബന്ധമില്ല, പക്ഷെ വരണം. വന്നിട്ടില്ലെങ്കിൽ എന്താണ് അത് അത്ര എന്താ പറയാ, അതിന്റെ റീസൺസ് നമ്മൾ നോക്കണം. അപ്പൊ ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രോത്ത് എവിടെ വന്നിട്ടില്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ അല്ലേ. സോ the operating profit margin is not in line with gross profit margin. അതിന്റെ റീസൺസ് എന്തായിരിക്കോടാ, അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന് കുറയാനുള്ള കാരണം എന്താണ്, ഹയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എടുത്ത് പറയണം. എന്തൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിയിട്ടുള്ളത്, എസ് ഒ പിയിൽ നോക്ക്, നമുക്ക് ഇവിടെ എന്തൊക്കെ കോസ്റ്റ് കൂടിയിട്ടുള്ളത്, എന്ത് കൂടിയിട്ടുണ്ട്, മാനേജ്മെന്റ് ഫീസ് കൂടിയിട്ടില്ലേ അല്ലെ. മാനേജ്മെന്റ് ഫീസ് എത്രയാണ് കൂടിയിട്ടുള്ളത് നോക്കണം. കഴിഞ്ഞ വർഷം വരെ നമ്മൾ മാനേജ്മെന്റ് ഫീസ് 542 ഉള്ളൂ.
ഇപ്പൊ എത്രയാ 3180 ആയി. അതുപോലെ റെന്റൽ നോക്കേ 46ന്റെ പകരം എത്രയായി 120 ആയി. അപ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാനുള്ള കാരണം എന്താണ്? ഒന്ന് മാനേജ്മെന്റ് ഫീസ് കൂടിയിട്ടുണ്ട്, എത്രയാ? അതേപോലെ റെന്റും എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഇത് രണ്ടാണ് റീസൺ. സോ ദിസ് is due to increase in rental charge and management fees. Okay. ഇതാണല്ലോ. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിക്കണേ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സി, നമ്മള് എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് നോക്കടാ, നമ്മള് ഗാമിൽട്ടൺ ഗ്രൂപ്പിന് 542 ആണ് നമ്മള് ഫീസ് കൊടുത്തിരുന്നത്. പക്ഷേ ഫങ്ക്ഷൻ കമ്പനി അക്കർ ചെയ്തപ്പോ എത്ര ചെയ്തു? 3180 പേ ചെയ്യേണ്ടി വന്നു. ദാറ്റ് മീൻസ് എത്ര ഇരട്ടി ഡിഫറൻസ് വന്നേ? എത്ര ഇരട്ടി ഡിഫറൻസ് വന്നേ? എത്ര? ഏകദേശം 6 ഇരട്ടി ഡിഫറൻസ് വന്നില്ലേ? ഓൾമോസ്റ്റ് അല്ലേ? ഓൾമോസ്റ്റ് 6 ടൈംസ് ഡിഫറൻസ് വന്നില്ലേ? ഓൾമോസ്റ്റ് 6 ടൈംസ് കൂടിയില്ലേ? 6 ടൈംസ് കൂടി എന്ന് വെച്ചാൽ 600% കൂടി എന്നർത്ഥം, ഏകദേശം. ശരിയല്ലേ? ശരിയല്ലടാ? അപ്പൊ ചെറിയ കൂടുതലല്ല, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 6 തവണ കൂടിയിട്ടുണ്ട്, 6 ടൈംസ് കൂടിയിട്ടുണ്ട്, 600% കൂടിയിട്ടുണ്ട്. അതേപോലെ റെന്റ് നോക്കടാ, റെന്റും അങ്ങനെ തന്നെയല്ലേ? റെന്റ് എന്തുണ്ട്? 3 ടൈംസ് കൂടിയിട്ടുണ്ട്. ചെറിയ കൂടുതലല്ല. ഇപ്പൊ 1 ടൈംസ് ഒക്കെ ആണെങ്കിലൊക്കെ ഓക്കെ, 1 അല്ലെങ്കിൽ 1.1 ടൈംസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എത്ര ഉണ്ട്? ഇരട്ടിയുടെ ഇരട്ടിയില്ലേ? 3 ടൈംസ് കൂടിയിട്ടുണ്ട്, എന്നുവെച്ചാൽ 300 ടൈംസ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറയാൻ പോകുന്നത് നല്ലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയണം. ചെറിയ ഡിഫറൻസ് അല്ല, നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ റീസൺ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? അഡീഷണൽ ഇൻഫോർമേഷൻസ് ആവശ്യമാണെന്ന് പറയാം. ഓക്കെ അല്ലേ? Also the reason for increase in rent and അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണേ. നമുക്കിവിടെ ഇത് കൺസോൾട്ടേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലെ? ഇത് കൺസോൾട്ടേഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് എന്റിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇന്നിപ്പോ രാവിലെ ചെയ്തതാണെങ്കിലും ഇപ്പൊ ചെയ്യുന്നതാണെങ്കിലും എന്താണ്? ഗ്രൂപ്പ് എന്റിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഈ ഗ്രൂപ്പ് എന്റിറ്റിയുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാം.
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് നമ്മള് കൺസോളിഡേറ്റഡ് എഫേഴ്സ് ക്യാൻസൽ ചെയ്യണം എന്ന് നമ്മൾ പറയണം. ഇവിടെ നമ്മൾ എക്സ്ട്രാ കമന്റ് പറയുന്നതാണ്. എന്താ പറയണ്ടേ? ഒരു പോയിന്റ് ആഡ് ചെയ്താൽ മതി. എന്താ ആഡ് ചെയ്യുന്നത്? ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസുകൾ നമ്മുടെ കൺസോളിഡേറ്റഡ് എഫേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇവിടെ ഒരു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ഉണ്ട്. എന്താ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ഇവിടെ ഉള്ളത്? ഏതാ? മാനേജ്മെന്റ് ഫീസ് ഉണ്ടല്ലോ. മാനേജ്മെന്റ് ഫീസ് ഇട്ടോ. മാനേജ്മെന്റ് ഫീസ് എന്താണ്? ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. ഇതെന്താണ്? ഇതൊരു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. കാരണം സബ്സിഡറി ആർക്ക് പേ ചെയ്യുന്നതാണ്? പാരന്റ് കമ്പനിക്ക് പേ ചെയ്യുന്ന ഒരു ഫീസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മള് കൺസോളിഡേറ്റഡ് എഫേഴ്സിനകത്ത് ക്യാൻസൽ ചെയ്യുമെന്ന് പറയണം. ഓക്കെ അല്ലേ? സോ ദി മാനേജ്മെന്റ് ഫീസ് will be removed from the consolidated FS ഓക്കെ. ഇനി നമുക്ക് പൊസിഷൻ റേഷ്യോസ് നോക്കാം. പൊസിഷൻ റേഷ്യോസിൽ എന്തൊക്കെ നമ്മൾ പറയണ്ടേ? റിസീവബിൾ ഡേയ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. റിസീവബിൾ ഡേയ്സ് എന്ത് സംഭവിക്കുന്നത്? റിസീവബിൾ ഡേയ്സ് കൂടിയോ കുറഞ്ഞോ നോക്കടാ. നമ്മുടെ റിസീവബിൾ ഡേയ്സ് കൂടുതലാണോ? നമ്മുടെ റിസീവബിൾ ഡേയ്സ് എത്ര വരുന്നത്? ആ എത്രടാ? റിസീവബിൾ ഡേയ്സ് എത്രയാണ്? 40 ഡേയ്സ് അല്ലേ? ഇൻഡസ്ട്രിയുടെ ഡേയ്സ് എത്രയാണ്? ഇൻഡസ്ട്രിയുടേത് 41 ആണ് അല്ലെ? സോ ഓൾമോസ്റ്റ് സെയിം അല്ലേ? അല്ലെ? വലിയ വ്യത്യാസമല്ല. സോ റിസീവബിൾസ് ചെറിയൊരു ഹൈ, ചെറുതായിട്ട് അല്ലേ നമ്മള് റിസീവബിൾ ഡേയ്സ് ഒരു ഡേയ്സ് കൂടുതലാണ് അല്ലേ? ഒരു ഡേയ്സ് നമ്മുടെ റിസീവബിൾ ഡേയ്സ് 40 വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, റിസീവബിൾ ഡേയ്സ് same as the industry average. This means
Split company. This indicates efficiency. Sables. Business. Okay, അല്ലേ? Next one. അടുത്തത് കറണ്ട് റേഷ്യോ ആണ് നോക്കണ്ടേ. കറണ്ട് റേഷ്യോ എന്താണ്? നമ്മുടെ കറണ്ട് റേഷ്യോ 1 ടൈംസ് ആണ് അല്ലെ? നമ്മുടെ കറണ്ട് റേഷ്യോ 1 ടൈംസ് ആണ്. ആ സമയത്ത് ഇൻഡസ്ട്രിയുടെ കറണ്ട് റേഷ്യോ എത്രയാണ്? 1.6 ആണ് അല്ലെ? അപ്പൊ കറണ്ട് റേഷ്യോ നല്ല വ്യത്യാസമല്ലേ അല്ലെ? കറണ്ട് റേഷ്യോയിൽ എന്തുണ്ട്? നല്ലൊരു വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ട് ഡിക്രീസ് വന്നിട്ടുണ്ടാവും കറണ്ട് റേഷ്യോ? കറണ്ട് റേഷ്യോ ഡിക്രീസ് വരാൻ കാരണം എന്താ? ഡിക്രീസ് വരാനുള്ള മെയിൻ കാരണം എന്താണ്? നമ്മുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടില്ലേ? ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടില്ലേ അല്ലെ? എത്ര കുറഞ്ഞ? 1412 എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറണ്ട് റേഷ്യോ കുറഞ്ഞത്. ഓക്കെ, സോ ആസ്പെക്ട് കമ്പനീസ് കറണ്ട് റേഷ്യോ ഇസ് ലോവർ ബൈ 0.6 ടൈംസ് അല്ലേ ഡിഫറൻസ് ഉള്ളത്? 0.6 ടൈംസ് ആയിട്ട് ഡിഫറൻസ് വരാം. നമ്മളത് 1 ടൈം ആണ്, മറ്റൊരു 1.6 ആണ്. അപ്പോ 0.6 ടൈംസ്. This can be due to reduction in cash balance and also due to higher current liability. Okay. പിന്നെ ആസിഡ് റേഷ്യോ നോക്കിയേ. നമ്മുടെ ആസിഡ് റേഷ്യോ എത്രയാണ്? 0.57 ആണ്. അല്ലെ? നമ്മുടെ ആസിഡ് റേഷ്യോ എത്രയാണ്? 0.57 ടൈംസ് ആണ്. അതേ സമയത്ത് ഇൻഡസ്ട്രിയിൽ എത്രയാണ്? 1.4 ഉണ്ട്. കുറവല്ലേ അല്ലെ? നമ്മുടെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്താണ്? കുറവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ട് അല്ലെ? സോ ദി ടെസ്റ്റ് റേഷ്യോ ഇസ് എത്ര ഡിഫറൻസ് ഡിക്രീസ് എത്ര ഡിഫറൻസ് ഉള്ളത്? നമ്മൾ കുറവ് എത്ര? 0.57ഉം ഇവിടുത്തെ 0.4ഉം അല്ലേ? 1.4ഉം അല്ലേ? അപ്പൊ ഓൾമോസ്റ്റ് എത്ര പറയാം? 6ഉം 4 അല്ലേ? 8 അല്ലേ? 0.8 പറഞ്ഞൂടെ? ബൈ 0.8 ടൈംസ്, ഓൾമോസ്റ്റ് 0.8 ടൈംസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറവാണ്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും? ക്യാഷ് കുറഞ്ഞതിന്റെ റീസൺ പറയാം. വേറെ മെയിൻ റീസൺ എന്താണ്? ഇൻവെന്ററി. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറണ്ട് സെറ്റിൽ കൂടുതൽ എന്താണ്? ഇൻവെന്ററി ആണ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് indicates that company is holding more inventory. Okay അല്ലേ?
നമ്മൾ ഒരുപാട് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിലേറെ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുക, ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറയുക. പഠിച്ചല്ലോ, ഇൻവെന്ററി നമ്മൾ ആവശ്യമില്ലാതെ കുറെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറയുക. ഇനി നമുക്ക് ഗിയറിംഗ് പറയാം, ഗിയറിംഗ് റേഷ്യോ പറയാം. അവിടെ ഗിയറിംഗ്, നമ്മുടെ ഗിയറിംഗ് എത്രയാണ്, 220% ആണ്. അതേ സമയത്ത് ഇൻഡസ്ട്രിയിൽ എത്രയാണ്, 240 അല്ലേ, 240 ആണ്. അപ്പൊ നമ്മുടെ ഗിയറിംഗ് റേഷ്യോ എന്താണ്, കുറച്ച് കുറവുണ്ടല്ലേ. എത്ര കുറവുള്ളത്, 20% അല്ലേ. നമ്മുടെ ഗിയറിംഗ് റേഷ്യോ എന്താണ്, 20% കുറവാണ്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും, ഗിയറിംഗ് കുറയപ്പോഴാണ് ഒന്നെങ്കിൽ ഡെറ്റ് കുറയണം, അല്ലെങ്കിൽ എക്വിറ്റി കൂടണം. ഇവിടെ സംഭവിച്ചെന്താണ്, ഇക്വിറ്റി കൂടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചുള്ള ഇക്വിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി കുറയാ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റൂല, ഇക്വിറ്റി കൂടി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, എന്താ, ഡെറ്റ് കുറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. എടാ ഗിയറിംഗ് റേഷ്യോ കുറഞ്ഞ, മനസ്സിലാക്കുക, ഗിയറിംഗ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. കുറഞ്ഞു എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗിയറിംഗ് റേഷ്യോ കുറവാണ്. അപ്പൊ അതിന് രണ്ട് റീസൺസ് ഉള്ളത്, ഒന്നെങ്കിൽ ഡെറ്റ് കുറയണം, അല്ലെങ്കിൽ എക്വിറ്റി എന്ത് ചെയ്യണം, കൂടണം. ഇവിടെ എക്വിറ്റി കൂടുന്നുണ്ടോ, ഇല്ല, എക്വിറ്റി കുറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളൂ, ഡെറ്റ് കുറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ, ഡെറ്റ് കുറഞ്ഞു എന്ന് പറയാം. ഓക്കെ അല്ലേ, ഡെറ്റ് കുറഞ്ഞതിന്റെ റീസൺ എന്തായിരിക്കും, ആ ഡെറ്റ് കുറഞ്ഞതിന്റെ റീസൺ എന്തായിരിക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പോസൽ നടത്തിയിട്ടില്ലേ ആസ്പെറ്റ് കമ്പനി, അല്ലെ, ഡിസ്പോസൽ ചെയ്തിട്ടില്ലേ. അപ്പൊ ഇന്ന് പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ, പൈസ കിട്ടിയിട്ടുണ്ടാവും. ഈ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അവര് ഡെറ്റ് അവര് റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഡെറ്റ് കുറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഡിസ്പോസൽ പ്രൊസീഡ്സ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണേ, ഒരു പോയിന്റ് നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ജസ്റ്റ് ഞാൻ പറയാം, നോക്കണം. ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ ടാക്സ് ഇല്ലേ, കറന്റ് ടാക്സ് എത്രയാണ്, 6000
200 അല്ലേ? ടാക്സ് 6200 ആണ്. ഇത് നമുക്ക് എന്താണ് പെട്ടെന്ന് പേ ചെയ്യേണ്ടല്ലേ അല്ലെ? ടാക്സ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 ഇയർ നമ്മൾ പേ ചെയ്യണം. 1 ഇയർ ഉണ്ടാവില്ല, വിത്തിൻ 6 മന്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. എന്ത് ടാക്സ്? എത്ര പേ ചെയ്യണ്ടേ? 6200 ആണ്. പക്ഷെ നമുക്ക് അതിനുള്ള ബാലൻസ് നമുക്ക് ഉണ്ടോ? ടാക്സ് നോക്കിക്കോ, അല്ലെങ്കിൽ നമ്മുടെ കറന്റ് ലയബിലിറ്റീസ് നോക്കിക്കോ. കറന്റ് ലയബിലിറ്റീസ് നമുക്ക് മാറിപ്പോയത്. കറന്റ് ടാക്സ് 6200 അല്ലേ? കറന്റ് ടാക്സ് അല്ല, ഓക്കെ. നമുക്ക് മൊത്തം കറന്റ് ലയബിലിറ്റീസ് എത്രയുണ്ട് നോക്കടാ. കറന്റ് ലയബിലിറ്റീസ് മൊത്തം എത്രയാണ്? 11,600 ഉണ്ട് മൊത്തം. കറന്റ് ലയബിലിറ്റി വരുന്നുണ്ട്, പിന്നെ കറന്റ് ടാക്സും രണ്ടും ഒരുമിച്ച് വരും. എത്ര വരുന്നുണ്ട്? 11,600 ഉണ്ട് ടാക്സ്. അപ്പോ പക്ഷെ നമ്മളെ ക്യാഷ് ബാലൻസ് നോക്കടാ. ക്യാഷ് എത്രയുള്ളൂ? 2,300. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ജസ്റ്റ് നമ്മൾ ടാക്സ് പേ ചെയ്യാന്ന് വിചാരിച്ചോ. കറന്റ് ടാക്സ് പേ ചെയ്യാൻ പോച്ചു. കറന്റ് ടാക്സ് നമ്മൾ വിത്തിൻ 6 മന്തിൽ എന്തായാലും പേ ചെയ്യണം. എത്ര ടാക്സ്? 6200 ആണ്. അപ്പൊ അത് പേ ചെയ്യാനുള്ള ക്യാഷ് നമുക്കുണ്ടോ? അത് പേ ചെയ്യാനുള്ള ക്യാഷ് നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. ആകെ ക്യാഷ് 2,300 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കമ്പനി എന്ത് ചെയ്യണം? ഈ റിസീവ്സ് എത്ര ഉണ്ടടാ? 5700 ഉണ്ട്. അപ്പൊ ഈ റിസീവ്സിന്റെ അടുത്തുനിന്നും അതേപോലെ ഇൻവെന്ററി ബാലൻസ് ഉണ്ടല്ലോ, ഇൻവെന്ററി ബാലൻസ് സെല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പൈസയാക്കി മാറ്റണം. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യാം? ഒന്ന്, റിസീവ്സ് എന്ത് ചെയ്യാം? നമ്മള് റിസീവ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? ഇൻവെന്ററി നമ്മൾ സെല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പൈസയാക്കി മാറ്റണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാഷ് ബാലൻസ് കൂട്ടാൻ പറ്റുള്ളൂ. ക്യാഷ് ബാലൻസ് കൂട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാക്സ് പേ ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിത്തിൻ 6 മന്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ? ഓ, അതും പറയാം. നമുക്ക് കമ്പനിയുടെ ക്യാഷ് കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയാം. അതേപോലെ ഇൻവെന്ററി എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മൾ സെയിൽ ചെയ്തിട്ട് ക്യാഷ് ആക്കി മാറ്റണം എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഒരു ഈ പോയിന്റ് സമയം എഴുതിയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഈ എഴുതാൻ പോകുന്ന പോയിന്റ് സമയം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. പക്ഷെ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇങ്ങനെയും പോയിന്റ് എഴുതാൻ പറ്റുന്ന മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി കൺക്ലൂഷൻ കൊടുക്കാം. എന്ത് ചെയ്യാം? ആസ്പെക്ട് കമ്പനീനെ അക്വയർ ചെയ്യണോ വേണ്ടയോ? ആസ്പെക്ട് കമ്പനി നല്ലൊരു കമ്പനിയാണോ? ആസ്പെക്ട് കമ്പനിയുടെ പെർഫോമൻസും പൊസിഷൻസും നല്ലതാണോ? അക്വയർ ചെയ്യുന്നത് നല്ലതാണോ? നോക്കുമ്പോ എന്താണ്? വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? പെർഫോംസ് ആസ്പെക്ട് കമ്പനി വെൽ, ബട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോസ്, ദാറ്റ് ഇസ് കറന്റ് റേഷ്യോവും അതുപോലെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഈ രണ്ട് റേഷ്യോസ് എന്താണ്? അവർ പെർഫോമൻസ് എന്താണ്? ഇൻഡസ്ട്രീനെക്കാളും എന്താണ്? കുറവാണ് അല്ലെ? ഈ രണ്ട് റേഷ്യോസ് അല്ലെ? എല്ലാ റേഷ്യോസും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. കറന്റ് റേഷ്യോവും ആസിഡ് ടെസ്റ്റ് റേഷ്യോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ പെർഫോമൻസ് എന്താണ്? കുറവാണ്. ശരിയല്ലേ? അപ്പൊ അതോടെ മെൻഷൻ ചെയ്യാം. അപ്പോ
ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യണം അല്ലെ, കറണ്ട് റേഷ്യോ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ആസ് പെർ കമ്പനിയുടെ ലിക്വിഡിറ്റി റേഷ്യോ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ബാക്കിയെല്ലാം എന്താണ് ഓക്കെ ആണെന്ന് പറയാം. സോ ആസ് പെർ കമ്പനി പെർഫോംസ് വെൽ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ദി ലിക്വിഡിറ്റി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ പറയാം. ഇവിടെ എന്താണ്, നമുക്ക് ആകെ കറണ്ട് ഇയർ ഇൻഫോർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ. 2024 ഇൻഫോർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്ക് എന്ത് തന്നിട്ടില്ല, പ്രീവിയസ് ഇയർ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതോടെ ചോദിക്കാം, ആ പ്രീവിയസ് ഇയർ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ടോ? 20x3 റിസൾട്ട്സ് ആർ but for a detailed investigation, detailed analysis നോക്കൂ, detailed analysis 20x3 results are required. Okay.